എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മസാല ബോണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നല്ലൊരു മസാല ഫില്ല് ചെയ്തിട്ടുള്ള സൂപ്പർ ടേസ്റ്റുള്ള ബോണ്ടയാണ്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കണം. കുറച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും എടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് കായപ്പൊടി. ഇതിലേക്ക് ഇനി നമ്മൾ 2 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്. ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടാവുന്നതാണ്. ഞാനിവിടെ കൊച്ചു കുട്ടികളും കൂടി ഉള്ളതുകൊണ്ടാണ് വളരെ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മസാലപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ചാട്ട് മസാല ഇടുമ്പം ഈ ബോണ്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത്. ഞാനിവിടെ ചാട്ട് മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതേ സമയം തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് ഉടച്ച് വെച്ചിട്ടുണ്ട്. 2 വലിയ ഉരുളക്കിഴങ്ങാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് അളവ് കൂട്ടോ കുറയ്ക്കോ ചെയ്യാവുന്നതാണ്. ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഈ ഉരുളകൾ നമ്മളിനി ഒരു മാവിൽ മുക്കിയിട്ടാണ് ഫ്രൈ ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വലുപ്പത്തിൽ ഉരുളകളാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കടലമാവാണ്. 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ പത്തിരിക്കും അപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി. നമ്മളിവിടെ ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായം കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇത് ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ ഇത് വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് ലൂസും ആകരുത്, ഒരുപാട് കട്ടിയിലും ഇരിക്കരുത്. നല്ലൊരു കുറുകിയ പരുവത്തിൽ, അതായത് ഒരു ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ ഇത് മാവാക്കി എടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് വേണ്ടി വന്നു. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ഉരുളകളും മുക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ പരുവത്തിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളകൾ ഇതിലേക്ക് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ റിഫൈൻഡ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇതിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഒരുപാട് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. അപ്പം നമ്മുടെ മസാല ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബോണ്ടയാണ്. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ലൊരു മസാലയും വെച്ചിട്ടുള്ള സൂപ്പർ ടേസ്റ്റുള്ള ബോണ്ടയാണ്. നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് ഇതിൻ്റെ ഔട്ടർ ഭാഗം നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ബോണ്ട ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്